പല്ലണയാറ്റിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി എന്ന വിവരമാണ് വരുന്നത്. കരുവാറ്റ സെന്റ് തോമസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ആൽഫിൻ, കരുവാറ്റ NSS HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അഭിമന്യു എന്നിവരാണ് മരിച്ചത്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെയും ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എങ്ങനെയാണ് ഈ 2 കുട്ടികളും പുഴയിൽ അകപ്പെട്ടത്? വിജയകുമാർ, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ പല്ലനയാറ്റിൽ, തൃക്കുന്നപ്പുഴയിലെ പല്ലനയാറ്റിൽ കുമാരകോടി ഭാഗത്ത് ഇവിടെ നമുക്കറിയാം, മഹാകവി കുമാരനാശാൻ മുങ്ങി മരിച്ച ഒരു ആറാണ് ഈ കുമാരകോടി എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ടാണ് ആറിന് കുമാരകോടി എന്ന പേര് തന്നെ വന്നത്. ഇവിടെയാണ് ഇന്ന് വൈകിട്ട് 2 വിദ്യാർത്ഥികൾ, അതായത് കുളിക്കാൻ ഇറങ്ങിയത് 5 പേരാണ്. പക്ഷേ അതിൽ 2 പേര് ഈ ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു. അവിടെ കാര്യമായ, അതായത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പല്ലനയാറ്റിൽ വെള്ളം കുറവായിരുന്നു, പക്ഷേ അടിയൊഴുക്കുണ്ടായിരുന്നു. അങ്ങനെ കരുവാറ്റ സെന്റ് തോമസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തോട്ടപ്പള്ളി ഒറ്റപ്പന സ്വദേശി ആൽഫിൻ, 13 വയസ്സാണുള്ളത്. ഒപ്പം തന്നെ കരുവാറ്റ NSS ഈ അതേ കോളേജ് സ്കൂളിലെ തന്നെ NSS HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി കരുവാറ്റ സ്വദേശി അഭിമന്യു, 14 വയസ്സാണ്. എന്നിവരെയാണ് കാണാതായത്. അങ്ങനെ തിരച്ചിൽ നടത്തി 5 മണിയോടുകൂടി ആൽഫിന്റെ മൃതദേഹം കണ്ടെത്തി. പിന്നീട് ഒരു അരമണിക്കൂർ മുമ്പാണ് അഭിമന്യുവിന്റെ മൃതദേഹവും കണ്ടെത്തിയിട്ടുള്ളത്. ഈ ആഴം കുറവാണ്, അതായത് വെള്ളം കുറവാണ്. പക്ഷേ ഈ ചെളിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലായിരുന്നു. ഫയർഫോഴ്സ് അടക്കമുള്ള സേന എത്തിയ ശേഷം ഏറെ നേരം പണിപ്പെട്ടാണ് 2 പേരെയും കണ്ടെത്തി. പക്ഷേ 2 പേരെ കണ്ടെത്തി ഈ 2 പേർക്കും ജീവൻ ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ മരണം സംഭവിച്ചു എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചു. ഇന്ന് സ്കൂൾ വിട്ട ശേഷമായിരുന്നു ഇവർ 2 പേരും, പരീക്ഷ കഴിഞ്ഞ ശേഷമായിരുന്നു 2 പേരും ഇവിടെ എത്തി ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങിയ ശേഷം അപകടത്തിൽപ്പെട്ടത്. വിജയകുമാർ. ശരി മനീഷ്, വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ നൽകിയത്.